ഹലോ എവരിവൺ. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ S3 ഒരു കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലെ ഫസ്റ്റ് മോഡ്യൂളാണ് കൺസെപ്റ്റ് ഓഫ് മോഡുലേഷൻ. സോ അതിൽ മെയിനായിട്ടും കമ്മ്യൂണിക്കേഷനെ പറ്റിയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ അത് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതെന്നുള്ളൊരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഫസ്റ്റ് മോഡ്യൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആക്ച്വലി മോഡുലേഷനെ പറ്റിയാണ്. കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓറിയൻറ്റഡ് ഓൺ മോഡുലേഷൻ. സോ ഇതിൻ്റെ രണ്ട് മേജർ ടോപ്പിക്സ് ആണ് വരുന്നത് ഈ ഒരു ഫസ്റ്റ് മോഡ്യൂളിനകത്ത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ AMM, ഫ്രീക്വൻസി മോഡുലേഷൻ FM. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, എക്സ്പ്രഷൻ എന്താണ്. ഡെഫിനേഷൻ ഉൾപ്പെടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഡെഫിനേഷൻ ഒന്നും പഠിക്കാതെ പോകാൻ പറ്റത്തില്ല. ഡെഫിനേഷനും എക്സ്പ്രഷൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഡെറിവേഷൻ വേണം മനസ്സിലാവുന്നുള്ള ഡെറിവേഷൻ പഠിച്ചു തന്നെ പോകണം. നിങ്ങൾക്ക് ബിടെക്കിന് അത് ഉപയോഗപ്പെടും. ഇതേ സെയിം കാര്യം ബിടെക്കിന് പഠിക്കാനുണ്ടാവുണ്ട്. ഡെറിവേഷൻ ചെയ്ത് മനസ്സിലാക്കുക, എങ്ങനെയാണ് ആ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നതെന്ന് മനസ്സിലാക്കുക. ഡെറിവേഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോളിയുടെ എക്സാമിന് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചുകൊണ്ടാൽ മതി. സോ മോഡുലേഷൻ ഇൻഡെക്സ് നമ്മൾ നോക്കും. അത് കഴിഞ്ഞാണ് AM വേവ് റെപ്രസെൻറ്റേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ റെപ്രസെൻറ്റേഷൻ. ദെൻ ആ ഒരു AM വേവിൻ്റെ ബാൻഡ് വിഡ്ത്ത്, പവർ കാൽക്കുലേഷൻ, ഫ്രീക്വൻസി സ്പെക്ട്രം. ഇത് ഇത്രയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അവസാനം എന്താണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കാരിയർ DSB/SE എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട്. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിലും ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. അത് കഴിഞ്ഞ് ഫ്രീക്വൻസി മോഡുലേഷനും നമ്മളിപ്പോൾ AMന് പറഞ്ഞ അതേ കാര്യങ്ങൾ ഫ്രീക്വൻസി മോഡുലേഷനും പഠിക്കാനുണ്ട്. സോ എന്താണ് മോഡുലേഷൻ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളതാണ് എന്താണ് ആക്ച്വലി ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്. ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ഓക്കെ, സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഇൻഫോർമേഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇൻഫോർമേഷൻ ബേസ് മെസ്സേജ് ആയിക്കോട്ടെ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. സോ ബ്ലോക്ക് ഡയഗ്രാമിനകത്ത് മെയിനായിട്ടും വരുന്നതാണ് ഇൻഫോർമേഷൻ സോഴ്സ്, ട്രാൻസ്മിറ്റർ. സോ ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാമിൽ മെയിനായിട്ടും വരുന്നതാണ് ഇൻഫോർമേഷൻ സോഴ്സ്, ട്രാൻസ്മിറ്റർ, ചാനൽ, റിസീവർ, യൂസർ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ നമ്മൾ സിമ്പിളായിട്ട് പറയും, പിന്നെ നോയ്സ് സോഴ്സ്. ഇത്രയാണ് ബേസിക് ബ്ലോക്സ് വരുന്നത് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാമിൻ്റെ അകത്ത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഈ ഓരോ ബ്ലോക്കിൻ്റെ റോളെന്ന്. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബേസിക്കലി ദർ ആർ 3 ടൈപ്സ് ഓഫ് സിഗ്നൽ. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് മെയിനായിട്ടും 3 ടൈപ്പ് സിഗ്നൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിസിക്കൽ സിഗ്നൽ, രണ്ടാമത്തത് ഇലക്ട്രിക്കൽ സിഗ്നൽ, ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നൽ. ഈ 3 സിഗ്നലും നമ്മൾ നേരത്തെ കണ്ട ബ്ലോക്ക് ഡയഗ്രാമിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ എന്താണ് ആക്ച്വലി ഈ ഒരു ഫിസിക്കൽ സിഗ്നൽ എന്ന് പറയുന്നത്? ഫിസിക്കൽ സിഗ്നൽ മീൻസ് അതിന് എക്സാമ്പിൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ സിഗ്നൽ ഒരു ഫിസിക്കൽ സിഗ്നലാണ്, നമ്മുടെ പിക്ചർ ആക്ച്വലി ഒരു ഫിസിക്കൽ സിഗ്നലാണ്, നമ്മുടെ ലൈറ്റ് ഒരു ഫിസിക്കൽ സിഗ്നലാണ്. നമുക്ക് ഫിസിക്കലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസിനെയാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഫിസിക്കൽ സിഗ്നൽ എന്ന് പറയുന്നുണ്ടായിരിക്കും. ഓക്കെ, സോ എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാമിലെ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ സോഴ്സ് ആണ്. ഓക്കെ, ഇൻഫോർമേഷൻ സോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻഫോർമേഷൻ സോഴ്സ്, ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഫിസിക്കൽ സിഗ്നൽ ഇൻറ്റു ഇലക്ട്രിക്കൽ സിഗ്നൽ ഈസ് ഇൻഫോർമേഷൻ സോഴ്സ്. ഈ ഡിവൈസിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫിസിക്കൽ സിഗ്നലിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്, ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതിനാണ് ഇൻഫോർമേഷൻ സോഴ്സിൻ്റെ മെയിൻ റോൾ എന്ന് പറയുന്നത്. അതിനൊരു നല്ല എക്സാമ്പിളാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. സോ ഞാൻ ഈ ബ്ലോക്ക് ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നൊരു എക്സാമ്പിളാണ് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ പൈലറ്റ്സ് എന്ത് ചെയ്യും, ഒരു റിക്വസ്റ്റ് ചോദിക്കും. ആരടുത്താണ്? നമ്മുടെ എയർപോർട്ടിൽ ഗ്രൗണ്ട് ക്ലിയറൻസിലുള്ള നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളിലിരിക്കുന്ന ഓഫീസേഴ്സിനോട്ട് റിക്വസ്റ്റ് ചെയ്യും. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോട്ടെ എന്നൊരു റിക്വസ്റ്റ് കൊടുക്കുമ്പം അവർ
നമ്മുടെ ഈ ഒരു വേ ക്ലിയർ ആണെങ്കിൽ അവർ പെർമിഷൻ കൊടുക്കും ലാൻഡ് ചെയ്യാനുള്ള. സോ ഈ ലാൻഡ് ചെയ്യാൻ പെർമിഷൻ ചോദിക്കുന്ന പൈലറ്റ്സ് ഈ പെർമിഷൻ ചോദിക്കുന്നത് ഒരു മൈക്രോഫോൺ കൂടെയാണ്. താഴെ ഒരു ഹെഡ്സെറ്റ് പോലെ സാധനം വെച്ചിട്ടുണ്ടായിരിക്കും, അതിലൊരു മൈക്രോഫോൺ കാണും. ഈ മൈക്രോഫോണിൻ്റെ റോൾ ആക്ച്വലി എന്താണ്? ഈ മൈക്രോഫോണിലോട്ട് അവർ റിക്വസ്റ്റ് ചോദിക്കുന്നത് നമ്മൾ ഓഡിയോ സിഗ്നൽസ് ആയിട്ടാണ്, നമ്മളെ വോയിസ്. അതെന്തിന് എക്സാമ്പിളാണ്? ഫിസിക്കൽ സിഗ്നലിന് എക്സാമ്പിളാണ്. ഈ ഫിസിക്കൽ സിഗ്നലിൻ്റെയൊക്കെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു എത്രയാണ്, ഒരു 60 ഹെഡ്സ് ഒക്കെ ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വളരെ ലോ ഫ്രീക്വൻസിയാണ്. ഇതെന്തായാലും ഇത്രയും ദൂരം എയറിൽ കൂടെ സഞ്ചരിച്ച് നമ്മുടെ ATCയുടെ അടുത്ത് വരെ എത്തത്തില്ല. അതിനിടയ്ക്ക് വെച്ച് തന്നെ പല പല കാരണങ്ങളാൽ ഈ ഒരു സിഗ്നൽ ഡെഡായി പോകും. സോ നമുക്ക് നോർമലി ഒരു വോയിസ് സിഗ്നൽ ഇങ്ങനെ എയറിൽ കൂടെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അത്രയും ഫ്രീക്വൻസി കുറഞ്ഞ സിഗ്നൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫിസിക്കൽ സിഗ്നലിനെ ആക്ച്വലി എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇതെല്ലാം നടക്കുന്നത് ഈ ഒരു ഇൻഫോർമേഷൻ സോഴ്സിൻ്റെ അകത്താണ്. മെയിൻ ജോലി എന്ന് പറയുന്നത്, ഇതിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഫിസിക്കൽ സിഗ്നലിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്? ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്താലും ഇതെല്ലാം ഈ ഒരു മൈക്രോഫോണിൽ തലയിടിക്കുന്ന ഈ മൈക്രോഫോണിലാണ് നടക്കുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്താലും ഒരു ഇലക്ട്രിസിറ്റിയെ നമുക്ക് വയർലെസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും എയറിൽ കൂടി? ഇല്ല. ഒരു വയർ വഴി കണ്ടക്ടറിൽ കൂടി നമുക്ക് ഇലക്ട്രിസിറ്റി കടത്തിവിടാൻ പറ്റും, പക്ഷേ വയർലെസ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലിനെ കടത്തിവിടാൻ പറ്റത്തില്ല. വയർലെസ് ആയിട്ട് കടത്തി വിടണമെങ്കിൽ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് മീൻസ് അതിന് എക്സാമ്പിൾ പറഞ്ഞ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിന് എക്സാമ്പിളാണ്. എക്സ്റേസ്, ഗാമ റേസ്, ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിന് എക്സാമ്പിളാണ്. പക്ഷെ നമ്മൾ എയർപോർട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ്സ് ആണ്. സോ റേഡിയോ വേവ്സ് ആക്ച്വലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. സോ നമുക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? വയർലെസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ മെസ്സേജ് ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേരാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിറ്ററിൻ്റെ ജോലി എന്താണ്? ദ ഡിവൈസ് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ടു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ. ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഈ ട്രാൻസ്മിറ്ററും എവിടെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക? നമ്മുടെ ഈ ഒരു ഹെഡ്സെറ്റിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സോ ഇതിൽ പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ കനോട്ട് ബി ട്രാൻസ്മിറ്റഡ് ടു ലോങ്ങർ ഡിസ്റ്റൻസ് വയർലെസ്. ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ വയർലെസ് ആയിട്ട് തോനെ ഡിസ്റ്റൻസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇറ്റ് ഹാവ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യണം യൂസിങ് എന്ത് വെച്ചിട്ട്? ട്രാൻസ്മിറ്റർ വെച്ചിട്ട്. സോ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി ഈ മോഡുലേഷൻ്റെ അകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് അവിടെ നടക്കുന്നുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് അങ്ങോട്ട്. സോ ഇത്ര ബേസിക് ഒരു ഔട്ട്ലൈൻ മനസ്സിലാക്കി വെച്ചുകൊടുക്കുക. നമ്മൾ ഈ പവർ കുറഞ്ഞ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു വോയിസ് സിഗ്നലിനെ പവർ കൂട്ടി, എനർജി കൂട്ടി, ഫ്രീക്വൻസിയൊക്കെ കൂട്ടി സെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെ ആക്ച്വലി മോഡുലേഷൻ എന്ന് പറയുന്നത്. അത് പല ടൈപ്സിലുള്ള മോഡുലേഷൻ ഉണ്ട്, നമ്മളത് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം ഇത്ര കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, സോ ഇൻഫർമേഷൻ സോഴ്സ് എന്താ ചെയ്യുന്നത്? ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് ആക്കുന്നു. ട്രാൻസ്മിറ്ററിൽ വരുന്ന സമയത്ത് ഇലക്ട്രിക്കൽ സിഗ്നൽ എന്തിലോട്ട് മാറുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിലോട്ട് മാറുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ നമുക്ക് റിസീവറിലോട്ട് സെൻഡ് ചെയ്യണം. റിസീവർ മീൻസ് ഇവിടെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസിലുള്ള ATC ആണ് റിസീവർ എന്ന് പറയുന്നത്. ആ റിസീവറിലോട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം ആവശ്യമില്ലേ? ഇപ്പം ഇലക്ട്രിസിറ്റി ഡാമിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് വയേഴ്സാണ്. അതുപോലെ തന്നെ ഈ ഒരു നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജിനെ റിസീവറിൻ്റെ സൈഡിൽ എത്തണമെങ്കിൽ ഒരു മീഡിയത്തിൽ കൂടി ഈ ഒരു സിഗ്നലിനെ ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലിനെ കടത്തി വിടണം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയമാണ് എന്തെന്ന് പറയുന്നത്? എയർ എന്ന് പറയുന്നത്. സോ ആക്ച്വലി ചാനൽ എന്ന് വെച്ചാൽ ആ മീഡിയത്തിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാനൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ മീഡിയം വിച്ച് കണക്ട്സ് ട്രാൻസ്മിറ്റർ വിത്ത് ദാറ്റ് ഓഫ് ദി റിസീവർ. ട്രാൻസ്മിറ്ററിനെ റിസീവറിനെ കണക്ട് ചെയ്യുന്ന മീഡിയത്തിനെ വിളിക്കുന്ന പേരാണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചാനലിനകത്ത് മെയിനായിട്ടും ഉള്ളത് കോപ്പർ വയറിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം, കോ ആക്സിൽ കേബിൾ എക്സാമ്പിളായിട്ട് പറയാം, ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എക്സാമ്പിളായിട്ട് പറയാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ, എയറും എല്ലാം ഇതിലൂടെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും.
നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് റിസീവറിന്റെ ജോലി എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ നിലവിൽ എന്ത് ചെയ്തു, നമ്മളെ ഫ്ലൈറ്റിൽ നിന്നും നമ്മൾ കൊടുത്ത ഫിസിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി മാറ്റിയിട്ട് എന്തിലോട്ട് മാറ്റി, ട്രാൻസ്മിറ്റർ ഹെൽപ്പോട് കൂടി അതിനൊരു ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാക്കി മാറ്റി എന്നിട്ട് വയർലെസ്സിൽ എയർ വഴി എങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്, നമ്മൾ റിസീവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ്. റിസീവർ അത് എന്ത് ചെയ്തെടുക്കും, റിസീവ് ചെയ്തെടുക്കും. സോ അതിന്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഈ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിനെ കൊണ്ട് വന്നെന്നും പറഞ്ഞ് നമുക്ക് ആ മെസ്സേജ് എന്താണെന്ന് അറിയാൻ പറ്റും ഇല്ല. സോ അതിനെ ഒബ്വിയസ്ലി അതിനെ പഴയ ഫോമിലോട്ട് നമുക്ക് എന്ത് ചെയ്തെടുക്കണം, വീണ്ടും കൺവേർട്ട് ചെയ്ത് ഫിസിക്കൽ സിഗ്നലിലോട്ട് മാറ്റണം. സോ ഈ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിനെ ഈ റിസീവർ എന്താ ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡീമോഡുലേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോഡുലേഷൻ മീൻസ് എന്താണ്, ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലാക്കിയാൽ അതിനെ മോഡുലേഷൻ എന്നും, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ തിരിച്ച് ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്തതിനെ ഡീമോഡുലേഷൻ എന്നാണ് പറയുന്നത്. അതെവിടെയാണ് നടക്കുന്നത്, റിസീവറിലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ആക്ച്വലി ഡെസ്റ്റിനേഷൻ ആക്ച്വലി നമുക്കൊരു ഹ്യൂമൻ ബീങ്ങിന് തന്നെ നമുക്ക് ഡെസ്റ്റിനേഷൻ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഡെസ്റ്റിനേഷനിൽ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ തിരിച്ച് എന്തിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, ഫിസിക്കൽ സിഗ്നലായിട്ട് മാറ്റുകയും ചെയ്യുന്നത്. നമുക്ക് ലൗഡ് സ്പീക്കർ എക്സാമ്പിൾ പറയാൻ പറ്റും. ഈ ലൗഡ് സ്പീക്കറിലോട്ട് ഇലക്ട്രിക് സിഗ്നൽ വരുമ്പോൾ ഈ ലൗഡ് സ്പീക്കറിൻ്റെ അകത്ത് എന്ത് സംഭവിക്കും, ഡെസ്റ്റിനേഷൻ ബ്ലോക്കിൻ്റെ അകത്ത് സംഭവിക്കുന്ന കാര്യമാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ലൗഡ് സ്പീക്കറിൽ ഈ ഒരു ഇലക്ട്രിക് സിഗ്നലിൽ തിരിച്ച് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്, ഫിസിക്കൽ സിഗ്നൽ ആ വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പം നമ്മൾ എന്താണ് ഈ ഒരു പൈലറ്റ് ഫ്ലൈറ്റിൽ നിന്ന് പറഞ്ഞ ഇൻഫർമേഷൻ അത് ATC എയർ ട്രാഫിക് കൺട്രോൾ സെൻറ്ററിൽ അവർക്ക് കിട്ടും. ഓക്കെ, സോ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ അതാണ്. സോ ഇത്രയും ബ്ലോക്ക് ഡയഗ്രാംസ് ആണ് എന്തിൽ വരുന്നത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ വരുന്നത്. സോ ഇൻഫോർമേഷൻ സോഴ്സിൽ എന്താ ചെയ്ത്, ഫിസിക്കൽ സിഗ്നൽസ് സെൻഡ് ചെയ്ത് ഫിസിക്കൽ സിഗ്നൽസിനെ എന്തിലോട്ട് മാറ്റി, ഇലക്ട്രിക്കൽ സിഗ്നലിലോട്ട് മാറ്റി. ട്രാൻസ്മിറ്ററിന്റെ കേസിൽ വരുമ്പോൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അത് എന്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യും, നമ്മുടെ ചാനലിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യും. ചാനൽ ഇപ്പോൾ എയർ തന്നെ ആവണമെന്നില്ല, കോആക്ഷ്യൽ കേബിൾ ആവാം, ഒപ്റ്റിക് ഫൈബർ കേബിൾ ആവാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കുറച്ച് കഴിയുമ്പോൾ. സോ ഇവിടെ നോയ്സ് സോഴ്സ് എന്ന് കൊടുത്തിരിക്കുന്ന ചാനലിൽ തന്നെ കുറച്ച് നോയ്സ് ഇൻട്രപ്ഷൻസ് ഉണ്ടാകും. ഓക്കെ, അത് വളരെ നോക്കേണ്ട ആവശ്യമില്ല. ദെൻ റിസീവറിൽ എന്താ സംഭവിക്കുന്നത്, ഈ ചാനൽ വഴി ട്രാവൽ ചെയ്ത് പോകുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നലിനെ ആര് റിസീവ് ചെയ്തെടുക്കും, റിസീവർ റിസീവ് ചെയ്തെടുക്കും. സോ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിനെ തിരിച്ച് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക് സിഗ്നൽസിലോട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഡീമോഡുലേഷൻ. ദെൻ അവസാനം നമുക്ക് ഡെസ്റ്റിനേഷനിൽ നമുക്ക് എന്തായിട്ട് തന്നെ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, ഫിസിക്കൽ സിഗ്നലിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ അകത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഡൗട്ട് വല്ലതും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ആക്ച്വലി നീഡ് ഫോർ മോഡുലേഷൻ ആണ്. നീഡ് ഫോർ മോഡുലേഷൻ മനസ്സിലാക്കുന്നതിന് മുന്നേ ആക്ച്വലി എന്താണ് ഈ മോഡുലേഷൻ എന്നൊരു ഔട്ട്ലൈൻ നിങ്ങൾ മനസ്സിലാക്കണം. മോഡുലേഷൻ എന്താണെന്ന് ആക്ച്വലി വെച്ചാൽ ഇതാണ് നമ്മുടെ മെസ്സേജ് സിഗ്നൽ എന്ന് വിചാരിക്കുക. നമ്മൾ പറയുന്ന വോയിസ് സിഗ്നൽ ഇതാണ്. ആക്ച്വലി ഈ മെസ്സേജ് സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ബേസ് ബാൻഡ് സിഗ്നൽ എന്ന് പറയുന്നത്. മെസ്സേജ് സിഗ്നലിനെ ബേസ് ബാൻഡ് സിഗ്നൽ എന്നും പറയാറുണ്ട്. ഈ മെസ്സേജ് സിഗ്നൽ ആക്ച്വലി ഫ്രീക്വൻസി വളരെ 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 കുറവായിരിക്കും. മനുഷ്യർക്ക് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു 60 ഹെഡ്സ് മുതൽ 1500 1600 ഹെഡ്സ് വരെയൊക്കെയാണ് മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റുന്ന സൗണ്ടിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇത് അത്ര വലിയ ഫ്രീക്വൻസി അല്ല അത് ആക്ച്വലി പറഞ്ഞാൽ. സോ ഇപ്പം ഈ ഒരു മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 ഹെഡ്സ് ആണെന്ന് വിചാരിക്കുക. 60 ഹെഡ്സ് ആണ് ഈ ഒരു മെസ്സേജ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എങ്കിൽ അത് നമ്മൾ എയറിൽ കൂടി ഇപ്പം തന്നെ ഈ പൈലറ്റിൻ്റെ കാര്യം തന്നെ പറഞ്ഞ എയറിൽ കൂടി ട്രാൻസ്ഫർ ചെയ്താൽ അത് പല കാരണങ്ങൾ ആ ഒരു സിഗ്നൽ ഡെഡായി പോകും, അത് റിസീവറിൽ എത്തത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മെസ്സേജ് സിഗ്നലിന് ഫ്രീക്വൻസി കുറവാണ്, എനർജി എല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ മെസ്സേജ് സിഗ്നലിൻ്റെ മെസ്സേജ് നഷ്ടപ്പെടാതെ അതിൻ്റെ എനർജിയും കൂട്ടി അതിൻ്റെ ഫ്രീക്വൻസിയും കൂട്ടി. ഫ്രീക്വൻസി കൂടെയുള്ള ഉപയോഗം എന്താണ്, ഒരു സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കൂടിയ ഒരു സിഗ്നലിന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റും. അതിന് സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരവും കൂടിക്കൊണ്ടിരിക്കും ഫ്രീക്വൻസി കൂടുന്നതനുസരിച്ച്. സോ ഈ ഒരു മെസ്സേജ് സിഗ്നലിൻ്റെ മെസ്സേജ് നഷ്ടപ്പെടാതെ ഫ്രീക്വൻസി കൂട്ടി, ഫ്രീക്വൻസി ആംപ്ലിറ്റ്യൂഡ് കൂട്ടി നമുക്ക് അയക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നലിനെ വിളിക്കുന്ന പേരാണ് കെരിയർ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ഒരു കെരിയർ സിഗ്നലിനകത്ത് ഇൻഫോർമേഷൻ ഒന്നും ഇല്ല, പക്ഷേ ബേസ് ബാൻഡ് സിഗ്നലാണ് നമ്മൾ ആക്ച്വലി നമ്മുടെ മെസ്സേജ് ഉള്ളത്.
ഈ ഒരു ബേസ് ബാൻഡ് സിഗ്നലിൻ്റെ കൂടെ എന്തും കൂടെ മിക്സ് ചെയ്യും, കരിയർ സിഗ്നലിലൂടെ മിക്സ് ചെയ്യും. ഈ കരിയർ സിഗ്നലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് നല്ല ഫ്രീക്വൻസി കൂടുതലായിരിക്കും, നല്ല എനർജിയും പവറും എല്ലാം കൂടുതലായിരിക്കും. സോ ഇത് കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റും വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി കരിയർ സിഗ്നൽ. സോ ഈ ഒരു ബേസ് ബാൻഡ് സിഗ്നലും കരിയർ സിഗ്നലിനെയും കൂട്ടി നമ്മൾ പുതിയൊരു സിഗ്നൽ ഉണ്ടാക്കും. അതിനെ വിളിക്കുന്ന പേരാണ് മോഡുലേറ്റഡ് സിഗ്നൽ. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കാൾഡ് മോഡുലേഷൻ. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഈ മോഡുലേഷൻ തന്നെ മെയിനായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. കരിയർ വേവ് ഇപ്പോൾ ഈ ഒരു കരിയർ സിഗ്നൽ നമ്മൾ ഈ ഏത് മെസ്സേജ് സിഗ്നലാണോ ഉള്ളത് അതിനനുസരിച്ച് കരിയർ സിഗ്നലിലെ ആംപ്ലിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആ മോഡുലേഷനെ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. വിത്ത് റെസ്പെക്ട് ടു മെസ്സേജ് സിഗ്നലിനനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. മെസ്സേജ് സിഗ്നൽ അനുസരിച്ച് കരിയർ സിഗ്നലിൻ്റെ ഫേസ് ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മോഡുലേഷൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നീഡ് ഫോർ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യും. നീഡ് ഫോർ മോഡുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നതായിരിക്കും എന്താണ് ആക്ച്വലി ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.